എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോയിന്റെ അടുത്ത് ഹീറോയിന്റെ അമ്മയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹീറോയിന്റെ അമ്മ. അവര് തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ അവര് കൂട്ടായിട്ടുണ്ട്. അമ്മായിയമ്മയും മക്കളൊക്കെ ആകുമ്പം അങ്ങനെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ആ ഒരു ഇതിലേ ഹീറോയിൻ എടുത്തിട്ടുള്ളൂ. അമ്മായിയമ്മ ഹീറോയിന്റെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഐലൻഡിലെ ബോട്ടും പിന്നെ കടലിലെ കുറച്ച് ഭാഗങ്ങളും രണ്ടാം കെട്ടുകാരന്റെയും അവരുടെ കുടുംബത്തിന്റെയും കയ്യിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു റോഡ് പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ തൂപ്പുകാരനായിട്ടുള്ള പണി കിട്ടും. അതൊന്ന് നോക്കാൻ അവനോടൊന്ന് പറയണേ. ഇതാണ് അമ്മായിയമ്മ ഹീറോയിന്റെ അടുത്ത് പറയുന്നത്. ഹീറോയിന്റെ അടുത്ത് വേറെ ജോലിക്ക് പോകാനാണ് അവര് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഹീറോ ആ രണ്ടാം കെട്ടുകാരനായിട്ട് പ്രശ്നമായില്ലേ അന്ന് ബോട്ടിൽ വെച്ചിട്ട്. ഹീറോയിനും പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇനി ഈ ഐലൻഡിലുള്ള ബോട്ടിലൊന്നും ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതേ നേരം തന്നെ ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോ വിഷമിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കാരണം ഇന്നത്തെ ദിവസം അവന് ജോലി കിട്ടിയിട്ടില്ല ബോട്ടിൽ. അവനത് ഹീറോയിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നമ്മൾ അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയോണ്ട് തന്നെ ആരും എനിക്ക് ജോലി തരുന്നില്ല. എല്ലാ ബോട്ടും അവരുടെ കുടുംബക്കാരുടെയാണ്. രണ്ടാം കെട്ടുകാരൻ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലുള്ള ആരും എനിക്ക് ബോട്ടിൽ പണി തരുന്നില്ല. ഹീറോയ്ക്കാണെങ്കിൽ ആകെ മീൻ പിടിക്കാൻ മാത്രമേ പണി അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ പണി ചെറുതായിട്ടൊക്കെ അറിയായിരിക്കും. പിന്നെ അവന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മീൻ പിടിക്കുന്ന പരിപാടിയാണ്. ഇതിനുശേഷം ഹീറോയിൻ ആണെങ്കിൽ അവിടത്തെ ചന്തയിലിരുന്ന് മീൻ വിൽക്കുകയാണ്. കൂടെ ആ 3 ലേഡികളും ഉണ്ട് കേട്ടോ. ഹീറോയിൻ വീണ്ടും പ്രഗ്നന്റ് ആണ്. അത് ആലോചിക്കണം. ആ സമയം അവിടുത്തെ ലേഡികൾ പറയുന്നുണ്ട്, ഈ രണ്ടാം കെട്ടുകാരൻ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഒരു കുടുംബം കഷ്ടപ്പെടുന്നത് അവൻ ഇത്ര രസമാണോ കണ്ടിരിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോ അങ്ങോട്ട് വരികയാണ്. ഹീറോന്റെ എന്തോ ഒരു പണിയായതുകൊണ്ട് കേട്ടോ, ഒരു പെട്ടി പോലത്തത്. അതായത് അവൻ മീൻ പിടിക്കുന്ന പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. പക്ഷെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അവൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഹീറോയിന്റെ അടുത്ത് ഹീറോ എന്ന് പറയുന്നുണ്ട്, അതിനി കുറച്ച് കഴിയുന്ന സമയത്ത് റെഡി ആവുമെന്ന്. ഇതും പറഞ്ഞ് ഹീറോ അവിടുത്തെ ഇരിക്കുന്ന ലേഡികളുടെ അടുത്ത് നന്ദി പറയും. അതായത് അവരുടെ നാട്ടിൽ അവർ തല കുമ്പിട്ട് കാണിക്കും മുതിർന്നവരുടെ അടുത്ത്. അങ്ങനെ കാണിച്ചിട്ട് അവൻ നടന്നു പോവാണ്. ഇതിനുശേഷം അടുത്ത സീനിൽ സന്ധ്യാസമയം ഹീറോയിൻ ആണെങ്കിൽ അവരുടെ വാടക വീട്ടിലിരിപ്പുണ്ട്. അതുപോലെ ഹീറോയും ഉണ്ട്. ഹീറോ ആണെങ്കിൽ ആകാശത്ത് നോക്കി വിഷമിച്ചിരിക്കുകയാണ്. കാരണം പണിയില്ല, പൈസ ഇല്ല, ഫുഡ് വാങ്ങാനുള്ള പൈസയൊന്നും അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ സൈഡിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു തിരക്കിലാണ്. ഹീറോയിൻ ഇത് കാണുന്നുണ്ട് അവൻ വിഷമിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഹീറോയിൻ ആണെങ്കിൽ രാവിലെ എവിടെ പോയിട്ട് വന്നിരിക്കുകയാണ്. കൂടെ മോളും ഉണ്ട് കേട്ടോ. ഹീറോ കൂടെ പോയിട്ടില്ലായിരുന്നു. എന്നാൽ വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ അവൻ വീട്ടിലെ കുറെ ജോലി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഹീറോയിൻ ചെയ്യേണ്ടായിരുന്നു, എന്നാൽ അവൻ അത് ചെയ്തിട്ടുണ്ട്. ഇതും ചെയ്തിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഹീറോയിനൊക്കെ വന്ന സമയത്ത്. ഇത് കാണുന്ന സമയത്ത് അവൾക്ക് നല്ല പാവം തോന്നുന്നുണ്ട്. കാരണം അവന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇതിനുശേഷം രാവിലെ ആവുകയാണ്. അതായത് 4 മണി 3 മണി ആ സമയം. ഹീറോയിൻ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ ഹീറോ ഇരുന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഹീറോയിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ പ്രഗ്നന്റ് അല്ലേ? നിനക്ക് നല്ല ക്ഷീണം കാണും, ഞാൻ ഫുഡ് വേവിച്ചോളാം, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്നാൽ ഹീറോയിൻ പറയാണ്, അത് സാരമില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇതിനുശേഷം അവരവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട് കേട്ടോ. ഇത്രയും നാള് അവനൊരു റെസ്റ്റ് പോലും എടുക്കാതെ പണി എടുത്തോണ്ടിരുന്നതാണ്. പെട്ടെന്ന് പണി ഇല്ലാതെ വന്നപ്പം അവന് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡിപ്രഷൻ അവനുണ്ട്. അടുത്ത സീനിൽ അതായത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ ദിവസമാണെങ്കിൽ ഹീറോയിൻ ആണെങ്കിൽ അവിടുത്തെ അരി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കലമുണ്ട്. ആ കലത്തിനകത്തോട്ട് പോയി നോക്കുന്ന സമയത്ത് അതിനകത്ത് ഫുഡ് ഇല്ല കേട്ടോ, അരിയില്ല. അരി തീർന്നേക്കാണ്. അവർക്ക് കഴിക്കാൻ വേറെ അരിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടില്, അതായത് ഇവര് വാടകയ്ക്ക് താമസിക്കുന്ന വീടില്ലേ, ആ വീടിന്റെ ഓണേഴ്സ് ഉണ്ട് അപ്പുറത്ത്, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് കുറച്ച് അരി കിട്ടുമെന്ന്. അവര് വലിയ ജാടയൊന്നും കൂടാതെ അരി കൊടുക്കുകയാണ്. കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. അതുകൊണ്ട് തന്നെ അരി കൊടുക്കുകയാണ്. ഹീറോയിൻ നന്ദി പറയുന്നുണ്ട്. ഇതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഹീറോയിൻ പ്രായമായിട്ടുള്ള ആ സമയം ഹീറോയിനും ഹീറോയിന്റെ മോളും കൂടെ ഒരു ചന്തയിൽ കൂടെ നടന്നു പോവാണ്. ആ സമയം ഹീറോയിന്റെ മോള് എന്തോ കഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു പപ്പടം പോലത്തെ ഒരു സാധനം. ആ സമയം ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമൊക്കെ ഈ ക്യാബേജ് ഒക്കെ ചന്തയിൽ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്തോ പോലായിരുന്നു, എന്തോ ഒരു നാണക്കേട് പോലായിരുന്നു. ഞാനാണെങ്കിൽ ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എന്റെ മുഖത്തോട് ചേർത്ത് പിടിക്കായിരുന്നു. എന്നാൽ പോകെ പോകെ എന്റെ നാണവും മാനമൊക്കെ പോയി. പിന്നെ അതെനിക്കൊരു ശീലമായി മാറിയെന്ന്. അതായത് ഹീറോയിന് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു നാണക്കേടായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഇതിനുശേഷം വീണ്ടും പഴയ കാലം കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അങ്കിളിന്റെ വീട്ടിൽ മുത്തശ്ശീനെ കാണാൻ വന്നേക്കാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് കരയുന്നുണ്ട്, ഞങ്ങളുടെയിലാണെങ്കിൽ പൈസ ഇല്ല, എന്റെ ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല, ഞാനാണെങ്കിൽ ഒരു പൂർണ്ണ ഗർഭിണിയോടാണ്, ഞങ്ങളെല്ലാരും പട്ടിണിയിലാണ്, എന്തേലും ഒരു സഹായം ചെയ്യാമോ മുത്തശ്ശി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവള് മുത്തശ്ശിയോട് കരഞ്ഞു പറയുകയാണ്. ഈ സമയം അങ്കിള് പറയുന്നുണ്ട്, നമ്മൾ ആൾറെഡി കടത്തിലാണ്, ഇപ്പൊ എവളെ കൂടെ സഹായിക്കാൻ നിന്നാല് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വേറെ വഴി വല്ലതും ഉണ്ടോ? ഇവരും ആകെ കടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സഹായിക്കാൻ പാടാണ്. കാരണം കയ്യിൽ പൈസയൊന്നുമില്ല. ഇവർ ആദ്യം നല്ല പൈസ ഉള്ള വീട്ടിലായിരുന്നേലും പിന്നെ പതിയെ പതിയെ സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് ഇപ്പൊ കടത്തിൽ നിൽക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങുകയാണ്. കൂടെ ഹീറോയും ഉണ്ട് കേട്ടോ. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ബോധമൊന്നും അവർക്കാർക്കും ഇല്ല. ആ സമയം ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ മോള് എല്ലാ
ഉറങ്ങാൻ നേരത്തെ ആഹാരവും ഒരു കുറവും കൂടാതെ തന്നെ അവൾക്ക് കൊടുക്കാൻ പറ്റണം. അവളാണെങ്കിൽ ആഹാരത്തിന് വേണ്ടി ദാരിദ്ര്യം പിടിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഹീറോയിന്റെ അടുത്ത് ഹീറോയിൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുമാത്രമല്ല ഹീറോയിന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവള് ചോദിക്കുകയാണ് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മുതുകത്തൊന്ന് അടിച്ചു തരാമോ എന്ന്. അതായത് കുട്ടികളൊക്കെ ഉറങ്ങാൻ നേരത്തെ നമ്മൾ മുതുകത്ത് അടിച്ചു കൊടുക്കില്ലേ ചെറുതായിട്ട്, അതുപോലെ ഒന്ന് അടിച്ചുറക്കാമോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഹീറോ മടിയൊന്നും കൂടാതെ തന്നെ അവൾക്ക് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഡോറിൽ ആരോ ഒന്ന് മുട്ടാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല, മുത്തശ്ശിയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഒരു പാസ്ബുക്കായിട്ട് വന്നേക്കാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനോട് പറയാണ് നിങ്ങൾ ഇനി ഒരു മടിയും കൂടാതെ തന്നെ ഒരു ബോട്ട് വാങ്ങിച്ചോളാൻ. അതായത് മുത്തശ്ശിയുടെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. കുറച്ച് പൈസയായിട്ടുള്ള പാസ്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ബാങ്കിൽ പൈസ അടപ്പുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഹീറോയിന് കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ ജീവിക്കാൻ കുറെ കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഒരു ബോട്ട് വാങ്ങാൻ, സ്വന്തമായിട്ടൊരു ബോട്ട് വാങ്ങാൻ. ഹീറോ ഇതുവരെ ഒരു ബോട്ടിലാണ് പണിയെടുത്തോണ്ടിരുന്നത്, അതുപോലത്തെ ഒരു ബോട്ട് സ്വന്തമായിട്ട് വാങ്ങാനാണ് മുത്തശ്ശി പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് എവിടെന്നാ ഇത്രയും പൈസയെന്ന്. അപ്പം മുത്തശ്ശി പറയുകയാണ് ഞാനാണെങ്കിൽ യുദ്ധത്തിന് മുമ്പ്, അതായത് കൊറിയയിൽ യുദ്ധം നടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ ശേഖരിച്ച് വെച്ചതാണ്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്, ഒരു ബോട്ട് വാങ്ങാനുള്ള പൈസയൊക്കെ ഉണ്ട്. നീ അത് കൊണ്ടുപോയി ബോട്ട് വാങ്ങിച്ചോ, പിന്നെ നന്നായിട്ട് ജീവിക്കണം, നമ്മളെല്ലാരെയും അഭിമാനപ്പെടുത്തുന്ന രീതിയിൽ വേണം ജീവിക്കാൻ. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയാണ് ഉറപ്പായിട്ടും മുത്തശ്ശിയെ അഭിമാനപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ജീവിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതാണെങ്കിൽ ഹീറോയിന്റെ അമ്മയുണ്ടല്ലോ, മരിക്കണേ മുമ്പ് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചേക്കണേ, പൈസ ആയിരുന്നാലും ആളായിട്ടും ഒന്ന് കൂടെ കാണണമെന്ന് ഹീറോയിന്റെ അമ്മ വന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് കോട്ട് സൂട്ടൊക്കെ ഇട്ട് മുത്തശ്ശിയെ കാണാൻ വന്നിട്ട് ഒരു സീക്രറ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, ഹീറോയിനെ സഹായിക്കുന്നതിനെ പറ്റിയായിരുന്നു. അത് മാത്രമല്ല ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് ഹീറോയിന്റെ അമ്മ വേറെ എങ്ങോട്ടും അല്ല പോയത്, ഒരു ഫോട്ടോ എടുക്കുന്ന കടയിലാണ്. അമ്മയ്ക്ക് അറിയായിരുന്നു അമ്മ നേരത്തെ തന്നെ മരിച്ചു പോകും, ഒരു അസുഖമുണ്ട്, ഒരു ലങ്സിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്, അത് വന്നിട്ട് മരിച്ചു പോകുന്നു അവർക്ക് മുമ്പേ അറിയായിരുന്നു. കാരണം കടലിന്റെ അടിയിൽ മുങ്ങി പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നേരത്തെ അറിയായിരുന്നു. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ് എന്റെ മോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം, പൈസയായിട്ട് ആളായിട്ട്. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. മരിച്ച ശേഷം ഫോട്ടോ വെക്കണ്ടേ വീട്ടില്, അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം അറിയാമല്ലോ, അമ്മയ്ക്ക് നേരത്തെ അറിയാം അമ്മ മരിച്ചു പോകുന്നുള്ള കാര്യം, അതുകൊണ്ടാണ് ഫോട്ടോ എടുത്ത് വെക്കുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം മുത്തശ്ശി ഹീറോയിന്റെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അമ്മ ഹീറോയിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അവര് പൈസ ഇല്ലാത്ത വീട്ടിലെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ജീവിതം ഉണ്ടാക്കി കൊടുത്തില്ലേ. ഇപ്പൊ തന്നെ അവർക്ക് ബോട്ട് വാങ്ങാനുള്ള പൈസ ആയില്ലേ, മുത്തശ്ശി കൊടുത്തതാണ്. എന്നാലും കണ്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്കിളാണെങ്കിൽ കുറെ അധികം കടം വരുത്തി വെച്ചിട്ടുണ്ട്, ചൂതാടിയും അല്ലാതെ വസ്തു വിറ്റിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറെ അധികം കടം വരുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുപോലും വീട്ടാൻ കൊടുക്കാതെയാണ് ഹീറോയിന് പൈസ കൊടുക്കുന്നത്. കാരണം മുത്തശ്ശിക്ക് അറിയാം ഇവരുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ ഇവർ രക്ഷപ്പെടും, അങ്ങനത്തെ ചീത്ത കൂട്ടിലൊന്നും ചെന്ന് ചാടില്ല, ഇവർ രക്ഷപ്പെടും എന്നുള്ളൊരു ബോധം മുത്തശ്ശിക്കുണ്ട്. ഇതിനുശേഷം ബോട്ട് വാങ്ങുന്ന ദിവസമാണ് കാണിക്കുന്നത്. ബോട്ട് ഓൾറെഡി ഹീറോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കുറച്ച് ജോലിക്കാരെയൊക്കെ ബോട്ടിൽ വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട്. വലിയ ഷിപ്പൊന്നും അല്ല, ഒരു മീൻ പിടിക്കുന്ന ബോട്ട്. അത് തന്നെ വലിയൊരു സമ്പാദ്യമാണ് കേട്ടോ. ബോട്ട് തന്നെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. ഇപ്പൊ ഹീറോ ഒരു മുതലാളിയാണ്, ഒരു തൊഴിലാളിയിൽ നിന്ന് ഒരു മുതലാളിയിലോട്ട് ആയിട്ടുണ്ട്. അപ്പൊ ആ ലെവലൊന്ന് മനസ്സിലാക്കിക്കോണം. അങ്ങനെ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഹീറോയിനാണ് സിൽവർ സ്പൂണുമായിട്ട് ഇങ്ങോട്ട് വന്നത്. അവള് സ്ത്രീധനം ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും അവളുടെ ഭാഗ്യം കാരണമാണ് ഹീറോ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ വിളിച്ച് പറയാണ്. അമ്മായിയമ്മയും മുത്തശ്ശിയും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അവർക്കും സന്തോഷമുണ്ട്, കാരണം രക്ഷപ്പെടാൻ പോവില്ലേ, അവരുടെ കുടുംബം രക്ഷപ്പെടും എന്തായാലും. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്കിളാണെങ്കിൽ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കുകയാണ്. ഇത്രയും പൈസ ഉണ്ടായിട്ടാണോ കള്ളക്കളവി ഒളിപ്പിച്ചു വെച്ച എന്നുള്ള രീതിയിൽ. അങ്കിളിന് വലിയ അമർഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു പിണക്കമുണ്ട് മുത്തശ്ശിയോട്. കാരണം കടം തീർക്കാനുള്ള പൈസയാണ് കൊണ്ടുപോയിട്ട് ഹീറോയ്ക്കും കൂടെ കൊടുത്തത്, അതിന്റെ ഒരു ചെറിയൊരു പിണക്കമുണ്ട്. എന്നാലും അങ്കിളിന് സന്തോഷമുണ്ട്. അങ്ങനെ അവരെല്ലാരും അവിടെ സന്തോഷപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഹീറോയിനാണെങ്കിൽ പെയിൻ വരുന്നത്, അതായത് പ്രഗ്നന്റിന്റെ പെയിൻ വരുന്നത്. പ്രസവിക്കാൻ പോവുകയാണ് കേട്ടോ. അവളാണെങ്കിൽ വേദന കാരണം അവിടെ കിടന്ന് വിളിച്ച് കൂവുകയാണ്. ഇത് കണ്ട ഹീറോ ഒന്നും നോക്കില്ല. ഹീറോ ആണെങ്കിൽ തൊട്ടടുത്ത് ഒരു അർബാന ഉണ്ടായിരുന്നു, അതായത് 2 വീലുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അതിനകത്ത് ഹീറോയിനെ പിടിച്ചിട്ടിട്ട് കുന്നിന്റെ മലയെ കൂടെയൊക്കെ വലിച്ചോണ്ട് പോവാണ്. അത് ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കറിയാത്തത് ഇങ്ങനെ കുലുങ്ങിയ കുട്ടിയൊക്കെ തെറിച്ചു പോകും വയറ്റിൽ കിടക്കുന്നത്, അത്രയും രീതിയിൽ കുലുങ്ങിയിട്ടാണ് വലിച്ചോണ്ട് പോകുന്നത്. പിന്നെ ഇതൊരു കഥയായതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. എന്തായാലും ഹീറോനെ ഏതോ വീട്ടിലാണ് കൊണ്ടുപോയത്, അത് കാണിക്കുന്നില്ല, എന്നാലും അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നാള് ശേഷമാണ് കാണിക്കുന്നത്. ഒരു ദിവസം ഹീറോയിനെ കാണാനായിട്ട് ഹീറോന്റെ മുത്തശ്ശിയും അമ്മയും വന്നിട്ടുണ്ട്, അതായത് അമ്മായി അമ്മ. ഹീറോയിൻ ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ട്, ഒരു ആൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും അമ്മായി അമ്മയും കൂടെ വന്നിരുന്നു ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവർക്കിപ്പോ സന്തോഷമായിട്ടുണ്ട്. വേറൊന്നുമല്ല, ഹീറോയിൻ വന്നതിന് ശേഷമാണ് ഹീറോ രക്ഷപ്പെട്ടിട്ടുള്ളത്. ആദ്യം കല്യാണത്തിന് എതിർപ്പ് കാണിച്ചാലും ഇപ്പൊ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോ കയറി വരികയാണ്. ഹീറോന്റെ കയ്യിൽ മോനുണ്ട്. മോൻ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷമാണ്. അങ്ങനെ ഹീറോ വന്ന് അവരുടെ അടുത്ത് വന്ന് ഹായ് പറയാണ്. അവരോട് പറയാണ് എന്തിനാണ് വന്നത്, അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ വന്നതെന്ന്. അവന്റെ മനസ്സിൽ മറ്റേ ഹീറോയിനെ അടിച്ചൊരു ഇത് അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൈരാഗ്യം വെച്ചിട്ട് അവൻ സംസാരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം രാത്രി ഹീറോയിനും കാണിക്കുകയാണ്.
ഹീറോ ആണെങ്കിൽ നേരെ വാടക വീട്ടിൽ താമസിക്കുന്ന ആ ഓണറിനെ കാണാൻ പോവാണ്. ഓണർ ഒരു മുത്തശ്ശനാണല്ലോ. ആ മുത്തശ്ശന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, നമ്മളാണെങ്കിൽ വീട് മാറിപ്പോവാൻ പോവാണ്, വേറൊരു വീട് വാങ്ങിച്ചിട്ടുണ്ടോന്നൊക്കെ. പക്ഷെ മുത്തശ്ശന് നല്ല വിഷമമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനാണെങ്കിൽ ആ വിഷമം ഉണ്ടല്ലോ അത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. അതായത് നീ പൊക്കിയോന്നുള്ള രീതിയിൽ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. മുത്തശ്ശന് യഥാർത്ഥത്തിൽ വിഷമമാണ്. ഇതിനുശേഷം ഹീറോയും ആണെങ്കിൽ അവർ വാങ്ങിച്ചിട്ടുള്ള പുതിയ വീട്ടിൽ വന്നേക്കാണ്. വേറൊന്നുമല്ല, അവരാണെങ്കിൽ ബോട്ട് വാങ്ങിച്ചില്ലേ, ആ ബോട്ടിൽ നിന്ന് തന്നെ നല്ല ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒരു വീടുമല്ല, അത് ഹീറോയിന്റെ അമ്മയുടെ വീടാണ്. അവിടാണ് അവർ വാങ്ങിച്ചേക്കുന്നത്. ആ വീടാണ് അവർ വാങ്ങിച്ചേക്കുന്നത്. അവിടെ വന്ന് താമസിക്കാന്നാണ് അവരുടെ പ്ലാൻ. ഇത് കാണുന്ന സമയത്ത് ഹീറോയിൻ അത്യാവശ്യം നല്ല വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അവളാണെങ്കിൽ പറയാണ്, നമുക്ക് ഇതുവരെ ഒരു വീടില്ലായിരുന്നു, പണ്ട് തൊട്ടേ എനിക്കൊരു വീടില്ലായിരുന്നു. ഞാനാണെങ്കിൽ എന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അങ്കിളിന്റെ വീട്ടില്, പിന്നെ നിന്റെ വീട്ടില്, നിന്റെ എന്ന് പറയാൻ പറ്റൂല, നിന്റെ അച്ഛന്റെ വീട്ടില്. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വീടുമായി. എന്തായാലും ആ സന്തോഷം അവന്റെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ജനിച്ച ഉടനെ തന്നെ അവൾ അങ്കിളിന്റെ വീട്ടിലാണ് അമ്മ ആക്കിയിട്ടുള്ളത്. അങ്കിളിന്റെ വീട് കുറച്ച് ദൂരെയാണ് കേട്ടോ, എന്നാലും ആ ഗ്രാമത്തിൽ തന്നെയാണ്. അപ്പൊ ഈ അങ്കിളും അവരുടെ കുടുംബക്കാരും കാണാതെ ഹീറോയിൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കാലത്ത് അമ്മയെ കാണാനായിട്ട് ഇവിടെ വരുമായിരുന്നു ഈ വീട്ടിൽ. അതും കുട്ടിയാണ് കേട്ടോ, ചെറിയൊരു കുട്ടി ഇങ്ങനെ നടന്നു വരണമെങ്കിൽ അത് ഒരു ഗട്സ് തന്നെയാണ്. അവൾ അങ്ങനെ വരും അമ്മേനെ കാണാനായിട്ട്. അങ്ങനെ ഓരോ പ്രായത്തിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും അമ്മേനെ കാണാനായിട്ട്. അത് നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഹീറോയിൻ ആണെങ്കിൽ കിടന്നുറങ്ങുകയാണ്. ആ സമയം ഹീറോ വീട്ടിലില്ല കേട്ടോ, അവൻ മീൻ പിടിക്കാൻ പോയിക്കാണ് ബോട്ടുമായിട്ട്. അപ്പൊ അവളാണെങ്കിൽ ഞെട്ടി എണീക്കുകയാണ്. എണീച്ച് നോക്കുന്ന സമയത്ത് സൈഡിൽ അവളുടെ മരിച്ചുപോയ അമ്മ നിന്നിട്ട് വീട് തുടക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ അമ്മയടുത്ത് പോയി സംസാരിക്കുകയാണ്, നിങ്ങളെന്തോ രാത്രി തുടയ്ക്കുന്നതെന്നുള്ളൊരു രീതിയിൽ. അപ്പൊ അമ്മ പറയാണ്, ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാർ ഈ വീട് വൃത്തിയായിട്ടൊന്നും അല്ല നോക്കിയിരുന്നത്, എന്താണ് ഇവരിങ്ങനെ സ്വന്തം വീട് പോലെ നോക്കിക്കൂടെ, താമസിക്കുന്ന ഇടയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിന്റെ അടുത്ത് പറയാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കുടുംബക്കാർക്ക് ഒരു ട്രക്കുണ്ട്, കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിൻ പറയാണ്, നിങ്ങൾ ഈ പാതിരാത്രി കയറി വന്നിട്ട് ഇതൊക്കെയാണോ പറയുന്നത്, നമുക്കിപ്പോ ഒരു വീടായില്ലേ, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യുന്നത്, അവർക്ക് ട്രക്ക് ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് വീടുണ്ട് എന്നുള്ള കാര്യം ഹീറോയിൻ തിരിച്ചു പറയാണ് അമ്മയടുത്ത്. ഈ സമയത്താണ് ഹീറോയിൻ ഞെട്ടി എണീക്കുന്നത്. ഇതെല്ലാം കണ്ടത് ഹീറോയിൻ വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അപ്പോഴാണ് ഹീറോയിൻ അറിയുന്നത് വേറൊന്നുമല്ല, ഹീറോയിൻ ആണെങ്കിൽ അവക്കാണെങ്കിൽ പെയിന് കൊണ്ടിട്ടാണ് ഇത്രയും സ്വപ്നം വന്നത്. അവക്ക് ബ്ലീഡായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന മോളെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അപ്പുറത്തെ വീട്ടിലെ ആളിന്റെ അടുത്ത് പോയി പറ, അമ്മയ്ക്ക് പെയിൻ ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ആളുമായിട്ട് ട്രക്കില് അവരുടെ കാറിലാണ് ഹീറോയിൻ ഹോസ്പിറ്റലിൽ പോണത്. ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. അതും മലയുടെയും കുന്നിന്റെയും മണ്ടേ കൂടാണ്, കുലുങ്ങിയാണ് പോകുന്നത്. ഇതിനുശേഷം പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഒരു മോനാണ് ജനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹീറോയിന് 3 മക്കളുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് അവർക്ക് 2 മക്കളെ ഉള്ളെന്നായിരുന്നു, ഇപ്പൊ 3 ആയിട്ടുണ്ട്. മൂന്നാമത്തെ മോനെ ഇതുവരെ കാണിച്ചിട്ടില്ല, എന്താണോ. എന്തായാലും മോനെ കാണാനായിട്ട്, അതായത് മൂന്നാമത്തെ മോനെ കാണാനായിട്ട് അമ്മയും മുത്തശ്ശിയും വന്നിട്ടുണ്ട്, ഹീറോന്റെ അമ്മ. ആ സമയം അവര് പറയുന്നുണ്ട്, ഈ പയ്യൻ നല്ല ഭാഗ്യം ചെയ്തവനാണ്, വീടായി, ബോട്ടായി, ഇപ്പൊ നല്ല പൈസയുണ്ട്. അത് മാത്രമല്ല, ഈ പയ്യന് കൂടുതൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഹീറോയ്ക്ക് എന്നും വല നിറച്ച് മീൻ കിട്ടുമെന്ന്. ആ സമയമാണ് കേട്ടോ ഹീറോ കയറി വരുന്നത്. നോക്കുന്ന സമയത്ത് ഹീറോന്റെ വല നിറച്ച് മീനാണ്. അതായത് ഇപ്പൊ അവര് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്, അതായത് ഈ മോനാണെങ്കിൽ ഭാഗ്യമുള്ള പയ്യനാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഒരു സംഗമത്തിൽ കൂടിയിട്ടുണ്ട്. അവിടെ തന്നെ 2ാം കെട്ടുകാരനും ഉണ്ട് കേട്ടോ. ആ 2ാം കെട്ടുകാരനാണെങ്കിൽ ചീഫ് ആവാൻ നിൽക്കുകയാണ് വോട്ട് എടുത്തിട്ട്. ആ സമയം അവിടുത്തെ ആ 3 ലേഡികളില്ലേ, അവരിൽ ഒരാൾ പറയാണ് ഹീറോയിനെ ആണെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് ആക്കാന്ന്, അതായത് ചീഫിന് താഴെ. എന്നാൽ 2ാം കെട്ടുകാരൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറയാണ്, എന്നാ പിന്നെ നമുക്ക് ചീഫായിട്ട് മത്സരിക്കാം, അപ്പൊ വോട്ട് എടുത്തിട്ട് ആരാണോ ചീഫ് ആവുന്നത് അവർക്ക് ചീഫ് ആവാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങേര് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങേര് പേടിച്ചു പോവാണ്. കാരണം വേറൊന്നുമല്ല, ഹീറോയിൻ ഇപ്പം നല്ല ഹോൾഡ് ഉണ്ട്. വേറൊന്നുമല്ല, ഹീറോയിന്റെ അമ്മേനെ എല്ലാവർക്കും അറിയാം, അവര് നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഹീറോയിനെ വോട്ട് കൊടുക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് 2ാം കെട്ടുകാരൻ പേടിച്ചിട്ട് പറയുന്നത്, നീ ഡെപ്യൂട്ടി ചീഫ് ആയിക്കോ, ഞാൻ ചീഫ് ആയിക്കോളാം, പക്ഷേ വോട്ടിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന്. ഇതിനുശേഷം ഡെപ്യൂട്ടി ചീഫും പിന്നെ ബാക്കിയുള്ള കുറച്ച് സിവിലിയൻസും എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ വേണ്ടേ അവർക്ക്, ആൽബത്തിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാനോ വല്ലതും ആയിരിക്കും. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ഓരോ ഹോട്ടലിലും കയറിയിട്ട് റെയ്ഡ് നടത്താണ്. വേറൊന്നുമല്ല, അവിടെ ആരൊക്കെ ഡാൻസ് കളിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. കൂടുതൽ ഡാൻസ് ഗേൾസിനെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. അതായത് ബാറിൽ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളില്ലേ, അവരെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. അവരെ പിടിച്ചിട്ട് നടു റോഡിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ തലയിൽ തുണിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കാതിരിക്കാനായിട്ട്. അവർക്ക് നാണക്കേടല്ലേ. അങ്ങനെ ആ ഒരു സമയത്തുള്ള കാര്യമാണ് ഇതൊക്കെ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഒരു കെട്ടിടത്തിൽ കയറി വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു റൂം തുറക്കാൻ നോക്കാണ്. അത് ലേഡീസ് ബാത്റൂം ആണ് കേട്ടോ. എന്നാൽ ഈ നാറി, അതായത് 2ാം കെട്ടുകാരനോട് അങ്ങോട്ട് വരികയാണ്. അവൻ ആദ്യം കയറിപ്പോ നോക്കുകയാണ്. എന്നാൽ ഹീറോയിൻ കയറ്റി വിടുന്നില്ല. അതേസമയം അവൻ ചോദിക്കുകയാണ്, നീ എന്താ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്, എപ്പം നോക്കിയാലും നീ എന്റെ പിറകെ കാണുമല്ലോ, നിന്റെ ആ ക്രഷ് ഇതുവരെ മാറിയിട്ടില്ലേ, നിനക്ക് എന്നോട് ക്രഷ് ആണോ എന്നുള്ള രീതിയിൽ ഈ 2ാം കെട്ടുകാരൻ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് ഡോർ അടയ്ക്കുകയാണ്. എന്തായാലും 2ാം കെട്ടുകാരൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. താഴെ
വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് അതും പറയാണ്, അവിടുത്തെ ന്യൂസിന്റെ അടുത്തൊക്കെ ഇവരിങ്ങനെ ചെയ്യുകയാണ്, ഡാൻസ് കളിക്കുകയാണ്, അത് ഈ രാജ്യത്തിനെതിരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതേ നേരം തന്നെ ഹീറോയിൻ ആണെങ്കിൽ മണ്ടയിൽ നിൽക്കുകയാണ്, അതായത് ആ കെട്ടിടത്തിന്റെ മണ്ടയിൽ. തുറന്നു നോക്കുന്ന സമയത്ത് ആ റൂമിൽ വേറെ ആരുമല്ല, നമ്മുടെ രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയും പിന്നെ ഒരു മോളും ഉണ്ട് കേട്ടോ ആ ബിൽഡിങ്ങിന്റെ റൂമിന്റെ അകത്ത്. ഹീറോയിൻ ഇത് കണ്ട് ഞെട്ടുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ ഇപ്പൊ സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആണെങ്കിൽ അവരെ പുറത്ത് കിടക്കാൻ സാധിക്കുകയാണ്. ഇവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ന്യൂസുകാരൊക്കെ പിച്ചി തീന്തും. വേറൊന്നുമല്ല, ചീഫിന്റെ ഭാര്യയും കൂടാണ് മോളും കൂടാണ്, അതായത് ചീഫിന്റെ ഭാര്യയും മോളുമാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിന് മനസ്സ് വന്നില്ല കേട്ടോ ആ പെൺകുട്ടീനെ ന്യൂസിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം അവളും കുറെ അടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അവന്റെ കൂടെ ജീവിക്കുന്നത്. ജീവിതം നരകതുല്യാണ്. പിന്നെ ബോറടിച്ചപ്പോഴായിരിക്കും ബാറിലൊക്കെ ഡാൻസ് കളിക്കാൻ വന്നത്, ഡാൻസ് കാണാൻ വന്നതെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു ജനലുണ്ടായിരുന്നു ആ റൂമിൽ, അത് തുറന്നിട്ട് അവളെ പുറത്ത് എങ്ങനെയൊക്കെ ഇറക്കി വിടുകയാണ്. അവള് മോളെയും കൊണ്ട് ഓടുകയാണ്. ആ സമയം അതായത് രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയുടെ ചെരുപ്പ് അവിടെ പോകുന്നുണ്ട് കേട്ടോ, ഒരു ഹീലിന്റെ ചെരുപ്പ്, അത് ഊരിക്കളഞ്ഞിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ ആണെങ്കിലും മണ്ടയിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. അവളും അവളുടെ പിറകെ ഓടുകയാണ്, അതായത് രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയുടെ പിറകെ. വേറൊന്നുമല്ല, അവള് പിറകെ ഓടുകയാണെങ്കിൽ ബാക്കിയുള്ള വേറെ ആരും പിടിക്കാൻ പോകണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അവരുടെ പിറകെ ഓടിപ്പോവാണ്. ഇത് കാണുന്ന നേരത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ചീഫിനെ കാട്ടി നന്നായിട്ട് ഡെപ്യൂട്ടി ചീഫ് പണിയെടുക്കുന്നുണ്ടെന്ന്. ഇതിനുശേഷം ഹീറോയിനും രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയും പിന്നെ ആ മോളും ഒരു കടയിൽ കൂടിയിട്ടുണ്ട്. ആ സമയം രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയ്ക്ക്, നമുക്ക് ഇനി തൊട്ട് ഭാര്യ എന്ന് പറയാം കേട്ടോ, ഭാര്യയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇടാനായിട്ട്. കാരണം ഒരു ചെരുപ്പ് പോയല്ലോ, ഇനി ഒറ്റ ചെരുപ്പിട്ടോണ്ട് നടന്ന ആൾക്കാർ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ സമയം ഭാര്യ ചോദിക്കുകയാണ്, അന്ന് എന്നെ കാണാൻ വന്ന പെൺകുട്ടി അല്ലല്ലോ നീ, ഒരുപാട് മാറിപ്പോയി, നിന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ആൾക്കാരുടെ ജീവിതശൈലിക്ക് അനുസരിച്ച് അവരുടെ ഡ്രസ്സിങ് മാറും, സൗന്ദര്യം മാറും, എല്ലാം എനിക്ക് മനസ്സിലായി അല്ലേ. ഞാനാണെങ്കിൽ ആകെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഹീറോയിന്റെ അടുത്ത് ഭാര്യ പറയുകയാണ്. വേറൊന്നുമല്ല, ഭാര്യയുടെ ജീവിതമാണെങ്കിൽ ആകെ എന്താ പറയാ ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ, ഒരു വിലയില്ല അവള് പറയുന്ന കാര്യങ്ങൾക്കൊന്നും. അതുകൊണ്ട് തന്നെ അവള് ചോദിക്കുകയാണ് ഹീറോയിന്റെ അടുത്ത്, നിനക്കിപ്പോ റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ രണ്ടാം കെട്ടുകാരനെ കെട്ടാത്തോണ്ടെന്ന്. അവൾക്ക് എന്തായാലും റിഗ്രറ്റ് അടിക്കില്ല, അത് വേറെ കാര്യം. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ചന്തയിൽ കൂടെ നടന്നു പോവാണ്. ആ സമയം ഈ ഭാര്യ ചോദിക്കുകയാണ്, ഞാൻ അറിഞ്ഞല്ലോ എന്റെ ഭർത്താവും നീയായിട്ട് പഴയ എന്തോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ. എന്നാൽ ഹീറോയിൻ പറയുകയാണ്, അതൊന്നുമില്ല, ഞാൻ അവനെ പണ്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസമേ ഡേറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ആ സമയം ഈ ഭാര്യയാണെങ്കിൽ മോളുടെ അടുത്ത് പറയുകയാണ്, നീ അച്ഛനെ പോലുള്ള ആൾക്കാരെ അല്ല കല്യാണം കഴിക്കേണ്ടത്, ഈ ചേച്ചിയെ കണ്ടോ അല്ലെങ്കിൽ ഈ മാമിയെ കണ്ടോ. ഹീറോയിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ മാമിക്ക് അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് കെട്ടിയ ഒരാളെ പോലെ ഉള്ള ഒരാളെ വേണം കെട്ടാനെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ മിസ്റ്റേക്ക് പറ്റി, എനിക്കിനി റിപ്പീറ്റ് എടുക്കാൻ വയ്യ. ഇതിനുശേഷം ഒരു ദിവസം രാത്രിയാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ അവന്റെ ബോട്ടിന്റെ ഫിറ്റിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഹീറോയിൻ പുറത്ത് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഹീറോയിന്റെ മോളാണെങ്കിൽ ബോട്ടിൽ കയറിയിട്ടില്ല, എന്നാൽ രണ്ട് മക്കള് ആൺമക്കള് ബോട്ടിലുണ്ട്. അവർക്കൊരു വിശ്വാസമുണ്ട്, വേറൊന്നുമല്ല, പെൺമക്കള് ബോട്ടിൽ കയറാൻ പാടില്ല, പെണ്ണുങ്ങൾ അങ്ങനെ കയറുവാണെങ്കിൽ മീൻ കിട്ടത്തില്ലെന്ന് അവരുടെ ഒരു വിശ്വാസമാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ അകത്തോട്ട് വിളിക്കുകയാണ് ബോട്ടിൽ പെയിന്റ് അടിക്കാനായിട്ട്. എന്നാൽ ഹീറോയിൻ മടിച്ചു നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ മോൾ ഓടി വന്ന് ബോട്ടിൽ കയറുകയാണ്. എന്നാൽ അവരൊന്നും പറയുന്നില്ല, കാരണം ആ നാട്ടിലെ പെണ്ണുങ്ങളെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കില്ലേ. ഹീറോയിൻ ആണെങ്കിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട് ഇതിനകത്തെ കാര്യങ്ങൾ കാരണം. അതുകൊണ്ട് ഹീറോയിനും ഒന്നും പറയുന്നില്ല. അവരെല്ലാരും കൂടെ ബോട്ടിൽ കയറാണ്, നടുക്കടലിൽ വരികയാണ്. നടുക്കടലിൽ വന്നിട്ട് ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയ ദൈവത്തിനോട് ദേഷ്യമാണെങ്കിൽ ഈ കടലിനെ നോക്കി തുപ്പിക്കണം. വേറൊന്നുമല്ല, ഇവരെ ആചാരിക്കുന്ന ദൈവം ഉണ്ടല്ലോ, അത് ഈ കടലിലാണുള്ളത്, ഡ്രാഗൺ കിങ് എന്നാ പറയുന്നത്, അതിനെ തുപ്പിക്കോളാൻ പറയും. എന്നാൽ ഹീറോയിന് പേടിയുണ്ട് കേട്ടോ, അവള് തുപ്പുന്നില്ല. ഇതിന് ശേഷം അവർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് കടലിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹീറോ ആണെങ്കിൽ കുട്ടികൾ കാണാതെ ഹീറോയിന്റെ അടുത്ത് നല്ല റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ്, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.